കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ കറുത്തമിഴിയിലകണതെന്തടി കള്ളി കരിങ്കള്ളി. കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ കറുത്തമിഴിയിലകണതെന്തടി കള്ളി കരിങ്കള്ളി. ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിനുള്ളിൽ എന്താണ്, തുടുത്തുവിടും നെഞ്ചത്ത് എടുത്തു വച്ചതെന്താണ്? എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനത്തെ ഫിഗറല്ലേ? പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ കറുത്തമിഴിയിളകണതെന്തടി കള്ളി കരിങ്കള്ളി. ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിനുള്ളിൽ എന്താണ്, തുടുത്തുവിടും നെഞ്ചത്ത് എടുത്തു വച്ചതെന്താണ്? എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനത്തെ ഫിഗറല്ലേ? പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ നീ നാട്ടുമാവിലെ മാങ്ങ. തത്തമ്മേ തത്തമ്മേ പൂച്ച പൂച്ച തത്തമ്മേ പൂച്ച കടമാങ്ങ 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 തത്തമ്മേ തത്തമ്മേ പൂച്ച പൂച്ച തത്തമ്മേ പൂച്ച കടുമാങ്ങ കടമാങ്ങ പതിരാണി പറയാകെ പറയാനും അറിയില്ല, കരനീരി കരഞ്ഞല്ലേ ഉറങ്ങാറുള്ളൂ. കതിരറ്റ പാടത്തും അതിരറ്റ കൈതക്കാടലരിട്ടതോരോ കാറ്റും അറിഞ്ഞില്ലെന്നോ. വെണ്ണിലാവണഞ്ഞാലും പല തിങ്കൾ വന്നു ചേർന്നാലും ഞാൻ നിന്നെയും കാത്തിരുന്നു. ഓ ഇന്നു കാണുവാനായി ഞാൻ വന്നു നിന്നതിന്നേരം ഇന്നും മിണ്ടാത്തതെന്തേ? പറയുക നീ പരിഭവമോ? പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ നീ നാട്ടുമാവിലെ മാങ്ങ. പൊന്നു വിളഞ്ഞേ മുണ്ടകൻ പാടത്ത് മുണ്ടകൻ പാടത്ത് കിളിയിറങ്ങേ കിളിയെ ആട്ടാൻ അവളിറങ്ങിയേ. ധിരന 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 പടിഞ്ഞാറേ മാനത്ത് ഉലയൂതണ കൊല്ലത്തി ഒരു മിന്നിന് പൊന്നും നാലും കണ്ടെത്തായോ. ഒരുപാടൻ ഇഷ്ടത്തിൻ കരയുള്ള മുണ്ടിന്ന് പല നാളായി നീതിട്ടെന്നും തീർന്നിട്ടില്ല. വെള്ളി നൂലിഴകൾ പാറി മിൻചന്ദ്രലേഖയും മാറി ഞാൻ നിന്നെയും കാത്തിരുന്നു. ഓ മൺവിളക്കുകൾ തൂക്കി മിൻതാരകങ്ങൾ തീർന്നിട്ട് പന്തലിട്ടതിന്നെന്തേ? പനിമതൻ പരിഭവമോ? പച്ചമാങ്ങ പച്ചമാങ്ങ നീ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ നീ നാട്ടുമാവിലെ മാങ്ങ. കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ കറുത്തമിഴിയിളകണതെന്തടി കള്ളി ഇടി കള്ളി. ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിനുള്ളിൽ എന്താണ്, തുടുത്തുവിടും നെഞ്ചത്ത് എടുത്തു വച്ചതെന്താണ്? എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനത്തെ ഫിഗറല്ലേ? പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ നീ നാട്ടുമാവിലെ മാങ്ങ. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ നീ നാട്ടുമാവിലെ മാങ്ങ. തത്തമ്മേ തത്തമ്മേ പൂച്ച പൂച്ച. എന്തായാലും സംഗീതിൻ്റെ പെർഫോമൻസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ എപ്പിസോഡുകളിലും എല്ലാവർക്കും മനസ്സിലായതാണ്. ആതിര ഇത്രയ്ക്ക് എന്താ പറയുക, പൂണ്ട് വിളയാടെന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെയല്ലേ വാക്ക് അല്ലേ?
അപ്പോൾ അത് ശരിക്കും ഇറങ്ങി വന്നങ്ങ് ശരിക്കും എന്താ പറയുക എൻജോയ് ചെയ്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. ആ എൻജോയ്മെൻറ്റിൽ അനുപല്ലവി മാത്രം ഇച്ചിരി പ്രശ്നമാക്കിയെന്ന് മാത്രം. പക്ഷെ ചരണത്തിൽ അത് വലിയ പ്രശ്നം ഉണ്ടായില്ല. അനുപല്ലവിയിൽ കുറേ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ചെയ്ത ഡാൻസിൻ്റെ ഒരു ഇതായിരിക്കാം. ചെറിയൊരു പിച്ചിൻ്റെ പ്രശ്നങ്ങൾ വന്നായിരുന്നു. എങ്കിലും സോങ്ങിൻ്റെ സ്പിരിറ്റ് ശരിക്കും നമ്മൾ രണ്ടുപേരും കാണിച്ചു. അതിന് അപ്പിയറൻസ് ആണെങ്കിലും നല്ല ഒരു വളരെയധികം ഈ പാട്ടിനോട് വളരെ സ്യൂട്ടബിളായിട്ട് എനിക്ക് തോന്നി. പിന്നെ സംഗീത് നന്നായി പെർഫോം ചെയ്തു. പാട്ടിൽ ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും കൊള്ളായിരുന്നു. നല്ല എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണിച്ചു. ഒരു സൂപ്പർമാൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കാനായിട്ട് സാധിച്ചു. എന്താണെങ്കിലും വളരെ നന്നായിരുന്നു. സംഗീതാത്തിര ഫുൾ ഓഫ് എനർജി തകർത്തു. ഓക്കെ, സ്റ്റൈൽ രാജ് അല്ലേ ആ ക്യാരക്ടറിൻ്റെ പേര് അതല്ലേ, സ്റ്റൈൽ രാജ്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഡ്രസ്സെന്ന് അല്ലേ? ഓക്കെ, അതിൻ്റെതായ എല്ലാ പാണ്ഡിത്തരങ്ങളും ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല അല്ല ആ ക്യാരക്ടറിന് അത് ആവശ്യമാണ് അല്ലേ, ആ ഒരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. പക്ഷേ യു ഡിഡ് വെൽ. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്തു. ആ ഡ്രസ്സ് ഇട്ടതിൻ്റെ ഒരു നമ്മളത് ഭയങ്കര നമ്മളുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് യു ആർ കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ് ഡ്രസ് പ്രൂവ്സ് ഇറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന് ഫുൾ മാർക്ക്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ആതിരയുടെയും വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മറ്റേ കീ കൊടുത്ത് വിട്ടാൽ പാവയെ പോലെ ഫീൽ ചെയ്യും. ഇങ്ങനൊരു ഫീൽ ഉണ്ട്. പക്ഷെ ഗുഡ്. ഓക്കെ, ആ എനർജി ലെവൽ എന്തോ പറയുന്നത്, ഇങ്ങനെ ഈ ആട്ടം മാറിയിട്ട് ഒരൊറ്റ ആട്ടം അങ്ങറ്റം പോയി ഇങ്ങനെ അറ്റം വന്ന് തിരിച്ചു വന്നു. പക്ഷെ വീണില്ല. പക്ഷെ ഫുൾ ഓഫ് എനർജി. ഓക്കെ, നന്നായിട്ട് എൻജോയ് ആയിട്ടാണ് രണ്ടുപേരും പാടിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും പെർഫോമൻസ്. കറക്റ്റായിട്ട് ആ ഫോക്ക് പീസ് എങ്ങനെ ആതിരയ്ക്ക് കിട്ടി, ആ ഒരു നാടൻ ആദിവാസി പാട്ട് എങ്ങനെ, ആ പോർഷൻ എങ്ങനെ കറക്റ്റായിട്ട് ആതിരയ്ക്ക് തന്നെ കിട്ടി? അത് മെയിലല്ലേ പാടിയിരിക്കുന്നത്? ആക്ച്വലി മെയിലാണ്, പക്ഷേ എങ്കിലും പാടിയിരിക്കുന്ന ഒരു ഫീമെയിലാണ്. ആണോ? അതെ. ആരാണത്? തൃശ്ശൂരുള്ള പുഷ്പ എന്ന് പറഞ്ഞാൽ. പക്ഷേ വിഷ്വലിൽ മെയിലാണ് കാണിച്ചിരിക്കുന്നത്. വിഷ്വലിൽ മെയിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു മെയിലിൻ്റെ ഒരു എക്സ്പ്രഷനിലാണ് പുള്ളിക്കാരി പാടിയിരിക്കുന്നത്. കറക്റ്റായിട്ട് ആ ആദിവാസി പോർഷൻ അതിൽ തന്നെ എടുത്തു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു. ഓക്കെ, പാട്ട് വൈസ് ചെറിയ ചെറിയ പ്രോബ്ലംസ് അത് അദ്ദേഹം പറഞ്ഞല്ലോ. അല്ലാണ്ട് നല്ല പെർഫോമൻസ്, ഗുഡ്. ഈ നാടൻ പാട്ടിലേക്ക് പെട്ടെന്ന് അതിനെ കടന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായ പോലെ തോന്നി. പക്ഷെ അത് പെട്ടെന്ന് ശരിയാക്കി എടുത്തു. എന്തായാലും ഭയങ്കര ലൈഫ് ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള ആ കോമ്പിനേഷൻ ഭയങ്കര ലൈഫ് ഉണ്ടായിരുന്നു ശരിക്കും.